ഹലോ ഫ്രണ്ട്സ്, 123 കപ്പിളിൽ നമ്മൾ കുറെ നാളായിട്ട് അങ്ങനെ അധികം വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് താറിന്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് ആ താറിന്റെ വീഡിയോ ഒരു നമ്മളിപ്പോ നോർമലി ഒരാൾ താറ് വാങ്ങി വരുമ്പോൾ ഉള്ള ആ ഒരു സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കണ്ടാൽ അവർക്ക് ആഗ്രഹമുണ്ട് കാണണമെന്ന്. പലർക്കും താർ എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ ഈ ഫാമിലി യൂസിന് നമുക്ക് അധികം കംഫർട്ട് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരു മാറ്റി നിർത്തുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ അത് നമുക്ക് ചെയ്യണം. നമുക്ക് താറിന്റെ ആ ഒരു സ്പെഷ്യലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ആ വീഡിയോ ആണ് ഇന്ന്. സോ നമുക്ക് എന്തായാലും നേരെ താറിന്റെ വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് വീട്ടിലാണ്. സോ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാറാണ് കേട്ടോ ഈ താർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു കുറേ ഡീമെറിറ്റ്സ് ഉണ്ട്. ആ ഡീമെറിറ്റ്സ് ഒക്കെ കാരണമാണ് പലരും താറിലോട്ട് ചൂസ് ചെയ്യാത്തത് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നേരത്തെ തന്നെ നമുക്കൊരു സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ജീപ്പ് കോമ്പസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തൊരു വണ്ടിയാണ് ഈ കിടക്കുന്ന റെഡ് സ്വിഫ്റ്റ്. സോ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു 1 മാസം ആയിട്ടില്ല, 1 മാസം ആകാൻ പോകുന്നേ ഉള്ളൂ നമ്മുടെ ഈ ഒരു താർ എടുത്തിട്ട്. സോ താറിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് നമുക്ക് എന്തായാലും കിടക്കാം. സോ ഇതാണ് താറിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു മാസ് ലുക്കാണ്. ഞാനിതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആ മോഡിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തുതരാം. സോ ഇതാണ് താറിൻ്റെ ഫ്രണ്ട്. ഇവിടെ ഞാൻ ആക്ച്വലി ഗ്രില്ലൊക്കെ ചേഞ്ച് ചെയ്തതാണ്. ഹെഡ്ലൈറ്റ് ഒന്നും മാറിയിട്ടില്ല. ഫോഗ് ലാമ്പും ബാക്കി DRLs എല്ലാം സെയിം ആണ്. ഗ്രില്ല് മാത്രം മാറിയിട്ടുണ്ട്. ഒരു റെഡ് സ്ട്രോക്ക് വരുന്ന ടൈപ്പ് ഗ്രില്ലാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും 18 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് ഇതിന് വരുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഞാനിപ്പോൾ നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ താറിൻ്റെ 6 എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ. പിന്നെ ഡോറിൽ വരുന്ന ഹിഞ്ചസ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. അതുപോലെ മേളിൽ UFO ലൈറ്റ്, നമ്മുടെ ഹമ്മറിലൊക്കെ വരുന്ന ഹമ്മർ ലൈറ്റ് പോലെ തന്നെ UFO ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും താറ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അടിപൊളിയാണ് അതിൻ്റെ ലുക്കെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എങ്ങനെയാണോ കമ്പനി വരുന്നത് അതേ ലുക്കിലാണ് ഇപ്പോഴും പുറകുവശിരിക്കുന്നത്. മറ്റേ സൈഡാണെങ്കിൽ തന്നെ വേറെ പ്രത്യേകിച്ച് വലിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സോ ഇതിനകത്ത് എടുത്ത് പറയേണ്ട കുറേ കാര്യങ്ങളെന്ന് പറയുന്നത്, താറിൽ പലർക്കും കയറാനുള്ള ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കയറാനൊക്കെ വലിയ പാടാണ്. കാരണം ഇത് റോഡിൽ നിന്ന് ഇത്രയും ഹൈറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചവിട്ടി വേണം താറിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇൻറ്റീരിയർ വന്നാൽ പോലും ഇൻറ്റീരിയർ അത്യാവശ്യം വെളിയിൽ വെയിലുള്ളതുകൊണ്ട് വലുതായിട്ട് ക്ലിയർ ആവുന്നില്ല, പക്ഷേ നല്ലൊരു ഇൻറ്റീരിയറാണ് ഇതിന് തന്നിട്ടുള്ളത്. പിന്നെ ബാക്ക് പോർഷനായാലും അതുപോലെ സീറ്റ് കവർ ചെയ്തു. പുറകിലും നമുക്ക് ആംറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ലുക്ക്. താറിലൊക്കെ ഇതുപോലെ മേളിലാണ് നമുക്ക് സ്പീക്കറും ട്യൂട്ടേഴ്സും ഒക്കെ വരുന്നത്. ലൈറ്റ് വൈറ്റ് കളർ ലൈറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രസമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരിക്കലും കാറിന് കിട്ടുന്ന ആ ഒരു കംഫർട്ട് നമുക്ക് ഈ ഒരു താറിൽ കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. കാരണം താറിന് അതൊരു പ്രത്യേക ഫീലാണ്. ഇത് റിയർ വീൽ ഡ്രൈവ് വെഹിക്കിളാണ്, 4x4 അല്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് പുറത്തേ ആയിട്ടുള്ളൂ ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ട്. പിന്നെ എക്സ്റ്റീരിയറിലായാലും ഇൻറ്റീരിയറിലായാലും ഈ 4x4 ആ ഒരു വ്യത്യാസം മാത്രമേ മാറ്റമുള്ളൂ. നമുക്ക് എക്സ്റ്റീരിയറിൽ ഈ ഒരു ബാഡ്ജിങ്ങും അതുപോലെ അകത്ത് വരുമ്പോഴത്തേക്കും 4x4 ആ ഒരു ഗിയർ വരുന്ന ആ ഒരു സ്ഥലമില്ലേ, ഈ ഒരു സ്ഥലം, ഇവിടെ ഗിയർ ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും വ്യത്യാസമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ചെയ്ത അക്സസറീസ് ഒന്നുകൂടെ കാണിച്ചു തരാം. അക്സസറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാണുന്ന റെഡ് സ്ട്രോക്ക് ഉണ്ട്. പിന്നെ ഞാൻ ഈ ഫോഗ് ലാമ്പിനകത്ത് യെല്ലോ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ടിൽ ഞാൻ നമ്മുടെ എല്ലാ വണ്ടിയിൽ ഒട്ടിക്കുന്ന പോലെ തന്നെ മിഖായലിൻ്റെ ഒരു സ്റ്റിക്കർ UFO ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡോറിൽ ഹിഞ്ചസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ ആ ഒരു സ്റ്റിക്കറിങ്. പിന്നെ നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള നല്ല സ്റ്റെബിലിറ്റിയുള്ള പ്രോമാൻ്റെ സാധനങ്ങളാണ് മിക്കവാറും എല്ലാം. സോ അത് പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സീറ്റ് കവറാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഈ സീറ്റ് കവറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഞാനിത് ചെയ്തത് കാർ പാർക്ക്, തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്തിനടുത്ത് ചെന്തിട്ട എന്ന് പറയുന്ന സ്ഥലത്തെ കാർ പാർക്കിലാണ് ഞാൻ ആക്ച്വലി വർക്കെല്ലാം ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തത് നമ്മുടെ വീലിലും ഒരു റെഡ് സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ്
നമ്മുടെ താറിൻ്റെ വിശേഷം. യൂട്യൂബിൽ ഒരുപാട് പേര് നല്ല രീതിയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട് താറിനെ പറ്റി. സോ എനിക്ക് അത്രത്തോളം എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ട് അറിയത്തില്ല. പക്ഷേ ഞാനെടുത്ത താറിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഈ കണ്ടത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്താൽ മതി. ബാക്കി വീഡിയോസിനകത്ത് ഞാനിത് ഇൻക്ലൂഡ് ചെയ്യുന്നതാവും. ഓക്കെ.